ഹലോ, എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇന്ന് വർക്കിന് പോയി. ചേട്ടന് ഇന്ന് ഞായറാഴ്ച ഒരൊറ്റ വർക്ക് ഉണ്ടായിരുന്നു. പാലക്കാട് വടക്കുംചേരിയില്ലേ ആ ഭാഗത്ത് ചേട്ടന് ഒരൊറ്റ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ വർക്കിന് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഞായറാഴ്ചയായിട്ട് ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ബോറടിക്കണൊക്കെ നല്ലത്, നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ചെയ്യുമ്പോൾ വെറുതെ പോകാമല്ലോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടി പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ കൂടി പോയത്. തൃശ്ശൂർ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് മറ്റേ വളപ്പായല്ലേ, കോലഴി തിരൂര് ആ പാവടൂക്കാട് വഴി ഞങ്ങൾ പോയതിട്ടാ. ഇപ്പോൾ ഈ കാണുന്നത് നെറ്റിശ്ശേരി പാടം. ആ പാടം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പോൾ എന്ന് പറയുന്നത് അവിടെ കുറേ ഇരിക്കാനായിട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടൊക്കെ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കുക ചെയ്യാം. അവിടെ വലിയ മല കണ്ട, ആ മല ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ കുതിരാൻ വഴി പോയിട്ടില്ല കേട്ടോ ബൈക്കുമൊന്നും. അപ്പോൾ അതെനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും നിറവേറ്റാമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ കൂടെ പോയിട്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഫാമിലി ടൂർ പോയപ്പോൾ ഈ വഴി തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ ട്രാവലറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണില്ലല്ലോ, കുതിരാൻ എത്തിയോന്നും നമ്മൾ നോക്കണില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണത് തന്നെ ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ആ കുതിരാൻ വഴി കയറുമ്പോൾ ഫുള്ള് ഇരുട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുതിര എത്തിയത് മനസ്സിലാവും. അതല്ലാണ്ട് ഞാൻ അങ്ങനെ സ്കൂട്ടിയും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മണ്ണുത്തി ഹൈവ അങ്ങോട്ട് കയറിയപ്പോൾ NH കയറിയപ്പോൾ എൻ്റെ പൊന്നെ നല്ല എയിമായിരുന്നു കേട്ടോ. ഫുള്ള് മലകളും അതുപോലെ കോട കണ്ടു. സമയം 11 മണി ആയിട്ടുണ്ടെങ്കിലും ആ മലയുടെ ഭാഗത്തിന് ചെറിയ കോട പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഫുള്ള് പറക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കണ്ട പാലം, അത് ചില സമയങ്ങളിൽ വെള്ളം വരില്ല അതിൽ കൂടെ ഒക്കെ. അതും ഞാൻ നേരിൽ കണ്ടിട്ടില്ല, ഇതുപോലെ വീഡിയോസ് റീൽസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുതിരാൻ എത്തിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പോലെ കേട്ടോ. കാരണം ഇത്രയും വലിയൊരു മലയല്ലേ അവരിങ്ങനെ ഒരു വഴിയൊക്കെയിട്ട് എടുത്തെന്ന് ആലോചിച്ചപ്പോഴേ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ ഞാൻ കുറേ ഓളിയൊക്കെ ഇട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല തണവുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. കാരണം കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലോ നല്ല ഭംഗിയാണ്. പിന്നെ ഇറങ്ങി നേരെ കാണുന്നത് ഫുള്ള് മലയും കാടൊക്കെ കാണുമ്പോൾ നല്ല എയിമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചേട്ടൻ്റെ വർക്കിംഗ് സൈറ്റിലേക്കായിരുന്നു കേട്ടോ. ഞാനവിടെ പുറത്തിരുന്ന് പോസ്റ്റായി. ചേട്ടൻ പോയി വർക്ക് ചെയ്യാൻ പോയിട്ട് കയറി ഒരു 1 മണി 1:30 നേരത്ത് കയറി. പിന്നെ ഇറങ്ങിയത് 2 മണി, 1 മണിക്കൂറോളം ഞാൻ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഒരു ബേക്കറിക്കായിരുന്നു. ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ചേട്ടനൊരു മറ്റേ ചിക്കൂസ എന്തോ അത് കഴിച്ചു കിട്ടാൻ. എനിക്ക് ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓറഞ്ച് പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ പപ്സായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എഗ്ഗും ഞാൻ ചിക്കനും വാങ്ങിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പപ്സായിരുന്നു കേട്ടോ. എഗ്ഗും സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിക്കുന്നത് ഞങ്ങൾ സമയം ഒരു 3 മണി കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് പുട്ടും ചെറുപയറും കഴിച്ച് വന്നിട്ട് പിന്നെ വിശപ്പുണ്ടായില്ല. പിന്നെ ഈ സമയമായപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ട് കഴിച്ചതാണ്. പിന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ബിരിയാണി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോയി. എനിക്കാണെങ്കിൽ ഐസ് കണ്ടെന്ന് പറഞ്ഞാൽ പ്രാന്താട്ടാ. ഞാൻ ഇപ്പോൾ ജ്യൂസ് വാങ്ങണമെങ്കിലും അതുപോലെ മൊഹിറ്റോ വാങ്ങണമെങ്കിലും എനിക്ക് ഐസും കട്ടയാണ് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ വെറുതെ ഇരുന്ന് കഴിച്ചോളും. നല്ലതല്ല, പക്ഷെ എന്തോ പറയാം, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോണത് തൃശ്ശൂർക്കാട്ടോ. അപ്പം ഞങ്ങൾ നേരെ തൃശ്ശൂർ ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ നെറ്റിശ്ശേരി പാടമുണ്ടല്ലോ, ആ പാടം ആ വഴി പോയത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ല അകലുള്ള ഒരു മലയാണ് കേട്ടോ. ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അകലെയാണ്. ഞാനത് സൂം ചെയ്ത് ഇത്രയൊക്കെ അടുപ്പിച്ച് കാണിച്ചു കേട്ടോ. ആ വഴി ഫുള്ള് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നെറ്റിശ്ശേരി പാടെത്തി. പാടാണെങ്കിലോ അതിനേക്കാൾ ഭംഗി, നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 4 മണിക്ക് അവിടെ എത്തിപ്പോട്ടാ. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പാടത്തിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു തണലുള്ള ഒരു മരം നോക്കിയിട്ട്, കുറച്ച് വലിയ മരം എന്നല്ല, ഒരു ചെറിയൊരു മരം, അവിടെ പോയി ഞങ്ങൾ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ ക്യാമറ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സൂം ചെയ്യുക. അകലെയുള്ള സംഭവമൊക്കെ അടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് കാണാം. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇത്ര അകലുള്ള സാധനമാണ് ഞാൻ എത്ര അടുത്തേക്ക് ആക്കിയെന്ന് കേട്ടാ. ആ അറ്റത്തൊരു ഫ്ലാറ്റ്, ഏറ്റവും മുളക്കൊരു ഫ്ലാറ്റ് കണ്ടില്ലേ, അവിടെ ആ അറ്റത്തൊരു ഫ്ലാറ്റ് കാണാം. ആ അറ്റത്തുള്ള ഫ്ലാറ്റ് ഞാൻ നിങ്ങൾക്കിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. എത്ര അതിൻ്റെ ഒരു പവർ, X200 ക്യാമറ ഉണ്ടത്. അപ്പോൾ അതിൻ്റെ പവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ X300 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇതിങ്ങനെയാണെങ്കിൽ അപ്പോൾ അതെന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ. ഈശ്വര, ഇത് നോക്ക്, നിങ്ങൾ കാണുന്നത് എന്താണെന്ന്. അതേതാന്ന് അറിയില്ല, അത് പേര് അതാ കാണുന്നില്ല. അതതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒന്നും കാണണം. അത് നോക്കിക്കേ, അത് പേരില്ല, പേരില്ല. അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ താഴ്ത്തിരുന്നു, കാരണം എനിക്ക് വണ്ടിയിൽ ഇരുന്ന് പുറമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ താഴ്ത്തിരുന്ന് കഴിച്ചു. ചേട്ടൻ താഴ്ത്തൊന്നും ഇരുന്നില്ല കേട്ടോ, നല്ല എയിമായിരുന്നു. പടത്ത് അവിടെ കാറ്റെടുത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർക്കായിരുന്നു കേട്ടോ. തൃശ്ശൂർ ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി റൗണ്ടിൽ കൂടെ പോയപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ, എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട് എത്ര സമയമായപ്പോൾ അവിടെ ഒരു കരിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് ചേട്ടൻ കരിക്കിൻ്റെ സോഡ കുടിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനും ചേട്ടനും അതൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ തിരൂർ പള്ളിയിൽ നിന്ന് പെരുന്നാളായിരുന്നല്ലോ. ഇന്നെന്ന് പറഞ്ഞാൽ വെള്ളി, ശനി, ഞായർ ആ സമയത്താണെന്ന് തോന്നുന്നുണ്ട്. തിങ്കളാഴ്ച ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീടെത്താൻ നോക്കി. വീടെത്താറായതും എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു തുടങ്ങി. ഒന്ന് കിടന്നാൽ മതിയെന്ന് കേട്ടാ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ബായ്.